ചേച്ചി മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ഡിവിഷനിൽ ഒരു പെൺകുട്ടി അർദ്ധനഗ്നയായിട്ട് നിൽക്കുന്ന കണ്ടു ടെറസിൻ്റെ മുകളിൽ നിന്ന്. അങ്ങനെ ഒരു കാഴ്ച ഇനി കണ്ടാൽ ചേച്ചി എന്ത് ചെയ്യും? അത് തന്നെ ചെയ്യും. ഉം. അത് തന്നെ ചെയ്യും. നോക്കൂ ബബിത, ഈ ഉം. ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ ഉം. ലോകത്തുള്ള എല്ലാ കുട്ടികളും എൻ്റെ സ്വന്തം കുട്ടികളാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉം. ഈ ഇടയ്ക്ക് ഞാൻ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ആള് കൈ കാണിച്ചു, ഒരു ഉം. പയ്യൻ കൈ കാണിച്ചു. പക്ഷെ ഇതെന്ത് പറ്റി, ഞാൻ റോങ് സൈഡല്ല, ഈ ഉം. സദാചാര പോലീസിങ് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും കാറ് നിർത്തിയപ്പോൾ ആൻറ്റി എന്നെ ഓർക്കുന്നില്ലേ. ഉം. എനിക്ക് തോന്നുന്നു ഒരു 10-12 കൊല്ലം മുമ്പോട്ട് ഉം. ഞാൻ കാണുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത ഒരു പയ്യനാണ്. ഉം. അപ്പോൾ എൻ്റെ കാണുന്ന എല്ലാ കുട്ടികളും എൻ്റെ മക്കളാണെന്നാണ് ഞാൻ ഉം. വിചാരിക്കുന്നത്. എൻ്റെ മകളെ ഏത് സാഹചര്യത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഉം. ആ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ ഉം. തീർച്ചയായിട്ടും ഞാൻ അതിൽ ഇടപെട്ടിരിക്കും. ഇപ്പോൾ പറഞ്ഞ കേസ് ടെറസിലല്ല, ബാൽക്കണി, അതായത് ഉം. ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഉം. ഈ പെൺകുട്ടി. ഒരു മൊബൈലും കയ്യിലുണ്ട്. ഏതോ ഉം. ലോകത്താണ്, നമുക്ക് കണ്ടാലറിയാം ആ കുട്ടി ഡ്രഗിലെന്തോ ഉം. കഴിച്ചിട്ട് നടക്കാന്നറിയാം. എക്സ്പീരിയൻസ് പേഴ്സണാണ്, ഉം. ഉം. ഡ്രഗ് കഴിച്ചിട്ടല്ല കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എക്സ്പീരിയൻസ്ഡ് ഉം. ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ചോദിച്ചത്. ആ സമയത്ത് ഞാൻ കൗൺസിലറാണ് കേട്ടോ. ഉം. എല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ടും ഒക്കെ കയറി ഇടപെടും, പ്രത്യേകിച്ചും കുട്ടികളുടെ ഉം. കാര്യത്തിൽ. അവർ എന്തോ ആയിക്കോട്ടെ, വല്ലവരുടെയും മകളല്ലേ എന്ന് ഞാൻ വിചാരിക്കില്ല. അപ്പം ഉം. ഞാനിങ്ങനെ കൈയടിച്ചു ചോദിച്ചു, എന്താ മോളേന്ന് ചോദിച്ചു. ഉം. ഉം, ഉണങ്ങ കാറ്റ് കൊള്ളാൻ നടക്കുവാടി. ഉം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? ഉം. അപ്പോൾ എൻ്റെ അച്ഛനില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി? ഉം. ഞാനൊരു തള്ളയായിപ്പോയി ഉം. മോളെ. അല്ല, സോറി, എൻ്റെ അച്ഛൻ എന്നല്ല പറഞ്ഞ, ആ ഉം. മാന്യതൊന്നുമില്ല, ഏതോ ഉം. ലോകത്തല്ലേ. എൻ്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി? ഉം. അപ്പോൾ ഞാനൊരു തള്ളയായി പോയതുകൊണ്ടാ മോളെ. എന്താ മോളെ ഇങ്ങനെ നടക്കുന്നത്? ഉം. അവൾക്ക് അറിയുന്നില്ല, അവളൊരു ഉം. ബ്രേസിയറും അണ്ടർവെയറും കുഞ്ഞാണ് ഇപ്പോൾ ഉം. ഉം. ഇതായിട്ട് കിട്ടില്ല, സെറ്റായിട്ട് കിട്ടില്ല, അങ്ങനത്തെയാണ് ഇട്ടേക്കുന്നത്. ഉം. വളരെ ഉം. സെക്സ് ആയിട്ട് നല്ല പൊക്കവും നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടി. ഞാൻ പറഞ്ഞു, മോളെന്താ നടക്കണേ? കാറ്റ് കൊള്ളാൻ നടക്കുവാണ്ടി, ഉം. ഉണക്കാൻ നടക്കുവാണടി, എടി എടി എന്നാണ് വിളിക്കണേ കേട്ടോ. ഉം. അമ്മ മോളൊരു കാര്യം ചെയ്യും, വേഗം മുറിയുടെ ഉള്ളിലേക്ക് കയറും, ആൻറ്റിയും കൂടെ വരാം, എന്നിട്ട് ഫാൻ ഇടാം, ഞാൻ വീശിയും തരാം, നമുക്ക് ഉം. വേഗം ഉണക്കിയെടുക്കാം ഉം. എന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഞാൻ ഈ കുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചു. ഉം. ആ കുട്ടിയുടെ പേരൻസിനെയും വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും ഉം. കൂടെ പറയാം. എൻ്റേതമ്മ സമ്മതിക്കില്ല. അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര വയലുണ്ടാവും. എൻ്റെ മോളെ ഞങ്ങൾ എങ്ങനെയാണ് ഉം. വളർത്തിയേക്കണം, ഉം. നിങ്ങൾ അനാവശ്യം പറയരുത്. നമ്മൾ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ആ കുട്ടി ആരാണെന്ന് പോലും അറിയില്ല. എൻ്റെ മകളുണ്ടെങ്കിൽ ഈ കുട്ടിയെക്കാട്ടിലും കുറച്ചുകൂടെ പ്രായം കൂടുതലേ ഉള്ളൂ. ഉം. ആ മോള് പോയി കേട്ടോ, ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല, മരിച്ചുപോയി. ഇനി ഉം. പോയി എന്ന് പറഞ്ഞാൽ ഇനി അതിന് വേറെ ഒരിത് വേണ്ട. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ വിളിക്കുന്നു. ഭയങ്കര വയലുണ്ട്. നമ്മൾ, നിങ്ങൾ ഇത്രയും അന്റാർട്ടിക്കയിലും താമസിക്കുന്നത്, ഒന്ന് വന്ന് നോക്കൂ, ഇവിടെ വരൂ. ഉം. പിന്നെ ഞാൻ അറിയുന്നത്, ഒരു ആഴ്ച കഴിയുമ്പോൾ എന്നേക്ക് ഫോൺ വരിക, ആ നമ്പറിൽ നിന്ന് വരിക. അവർ പൊട്ടി പൊട്ടി കരയാണ്. അവർ ഇവിടെ ഉം. വന്നിട്ട് ഹോസ്റ്റലിൽ ഇരുന്ന് വിളിച്ചു, മോളെ എവിടെയാണ്? ഞാൻ റൂമിലിരുന്ന് പഠിക്കുകയാണ്. എന്നാൽ മോള് താഴത്തേക്ക് വരൂ, ഞാൻ താഴെയുണ്ട് എന്ന് അമ്മ പറയാം. അച്ഛനും ഉണ്ട്. ഉം. 4 മണിക്കൂർ കഴിയുമ്പോൾ നാല് കാലിലും അടിയാണ് വരണേ. അപ്പോഴേക്കും ഇവരെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു, കുഞ്ഞിനെയും കൊണ്ട് പോയി. അവർ വിളിച്ച് എത്രയോ പ്രാവശ്യം എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു എന്നറിയോ. ഉം. അതും ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ കാറ് ഡ്രഗ് ഒഴിച്ചിങ്ങനെ നടക്കുകയാണ് ആ കാരക്കാമുറിയിൽ കൂടെ. അപ്പം ഞാൻ, എന്താ മോനെ കാണിക്കണേ, നിനക്കെന്താടി കാശുകാടി കുഴപ്പം ഉം. എന്നും പറഞ്ഞിട്ട് കാറിൽ ഇങ്ങനെ വരച്ചോണ്ട് പോവാൻ, എന്തോ മൂർച്ചുള്ളൊരിതുകൊണ്ട്. ഉം. ഉം. ഞാൻ പുറകെ ഓടി, പക്ഷെ കിട്ടിയില്ല കേട്ടോ. ഞാൻ കണ്ടെ കണ്ടിട്ട് ഓടുന്നുണ്ട്, കുറച്ച് പേരും കൂടെ ഓടി, കിട്ടിയില്ല. എൻ്റെ മോൻ എന്നോട്, അമ്മേ അവൻ പോട്ടെ, അമ്മയ്ക്ക് എന്താ ഉം. പ്രശ്നം? അമ്മേ മോൻ്റെ പ്രായമേ ഉള്ളൂ, ഐ ജസ്റ്റ് കാൻ ലെറ്റ് ഹിം ഗോ ലൈക്ക് ദാറ്റ്. അപ്പോൾ മോൻ പറയും, അമ്മ അത് മരിക്കില്ല. ഒരു തിരിഞ്ഞൊന്ന് കത്തി വെച്ചു, അയാൾ ഏതോ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ പറയുന്നു. ഉം. ഒരു കുത്തിയ ഇൻഡസ്ട്രിയിൽ എവിടെയെങ്കിലും കയറി അമ്മ കോമയിൽ എത്ര നാൾ കിടക്കണം? ഉം. മരിച്ചെങ്കിൽ മരിച്ചു എന്നുള്ള വിഷമം മാത്രമല്ല, ആർക്ക് വേണ്ടിയിട്ടമ്മേ? ഇനിയും ഇത് തന്നെ അമ്മ ചെയ്യും. ഉം. ആ കാര്യത്തിനും യാതൊരു സംശയവുമില്ല. പല സമയത്തും പല കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഉം. എനിക്കറിയാം ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് റോഡിൽ കൂടെ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഈ ഇടയ്ക്ക് ഉം. ഒരു ആൺകുട്ടി, പെൺകുട്ടി നടുക്ക്, ഇപ്പുറത്തും ഒരു ആൺകുട്ടി, അതായത് ഇടതും വലതും 2 ആൺകുട്ടികൾ, നടുക്കൊരു പെൺകുട്ടി, ഇങ്ങനെ അതിന് നടക്കാൻ പോലും പറ്റുന്ന ഡ്രാഗിയാണ് കാലം. ഉം. ഞാൻ കാർ കുറച്ച് മാറി നിർത്തിയിട്ട് പോയിട്ട് ചോദിച്ചു, മോളെ എന്താ മോൾക്ക് വയ്യേ, ആശുപത്രിയിൽ എങ്ങാനും കൊണ്ടുപോകണോ? ഉം. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇവർ ഡ്രാഗ് ചെയ്യാന്നല്ലോ ആ കുട്ടി. ഉം. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആൺകുട്ടികൾ വേഗം. ഞാൻ അല്ല, ഷി കാൻ വാക്ക് പ്രോപ്പർലി, ഓട്ടോറിക്ഷ പിടിക്കണം, അല്ലെങ്കിൽ ആൻറ്റിയുടെ കാർ അവിടെ പാർക്ക്ഡാണ്, ഞാൻ കൊണ്ടുപോകാം. ഞാൻ വേറൊരു തരത്തിലും ഇൻ്റർഫിയർ ചെയ്തില്ല, സദാചാര പോലീസിംഗ് എന്നുള്ള പോലെ ഇൻ്റർഫിയർ, ബിക്കോസ് ഷീ ഈസ് നോട്ട്
നോർമൽ ഇതിലല്ല, സെൻസിലല്ല ആ കുട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഐ എം എ ട്രെയിൻ ജേർണലിസ്റ്റ് ആൻഡ് ഓൾസോ എ വെരി വെരി എന്താ പറയുന്നത്, സ്നേഹമുള്ളൊരു അമ്മയാണ്. സ്നേഹമുള്ള സിംഹം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും സ്നേഹമുള്ള പൊതു കുട്ടികളുടെയും കൂടെ അമ്മയാണ്, എൻ്റെ മക്കളുടെ മാത്രമല്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം, ഞാൻ കാറ് കയറ്റു, ഞാൻ വളരെ കാറ് കയറ്റു. അപ്പോഴേക്കും അവർ ഞമ്മളില്ല കയറ്റു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ച് കൊണ്ടുപോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു വിട്ടുകൊടുക്കോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു പൂർവാശ്രമത്തിൽ. പുറകെ പതുക്കെ ഒരു ഡിസ്റ്റൻസ് വിട്ട് കാർ ഓടിച്ചു. പക്ഷെ അവർ ഒരു പൊതുവായൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കയറിപ്പോൾ പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സദാചാര പോലീസിങ്ങിലേക്ക് പോകും. അതുപോലെ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടി. ആ കുട്ടിയുടെ പേരൻസിൻ്റെ ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എന്താണ് അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അച്ഛനമ്മമാരോട് എനിക്കുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അമ്മമാർ എപ്പോഴാണ് പീരിയഡ്സ് ആവാന്നറിയാം കുട്ടികൾക്ക്. ആ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ സാനിറ്ററി നാപ്കിനോ അല്ലെങ്കിൽ ഇപ്പോൾ കപ്പൊക്കെ കിട്ടില്ല, എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, വെദർ ദേ ആർ യൂസിങ് ഇറ്റ് ഓർ ആസ്കിങ് ഫോർ ദാറ്റ് എന്നുള്ള കാര്യമാക്കണം. 5-6 മാസം കഴിയുമ്പോൾ നമ്മൾ കണ്ടു 6 മാസം ഒരു പെൺകുട്ടി 3 ആൺകുട്ടികളോടൊപ്പം വന്നിട്ട് അബോർഷൻ വേണമെന്ന് പറഞ്ഞ് കുട്ടിയെ ക്ലോസറ്റിൽ പ്രസവിച്ചു. ആ കുട്ടി അറസ്റ്റഡായി. ആൺകുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിയാണ് കൊലപാതകിയായത്. അപ്പം അച്ഛന്മാരെ വിടും, അമ്മമാർക്ക് അറിയാൻ പറ്റും ആ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു. എപ്പോഴും പറയുന്നു, ഇതൊരു മെയിൽ ഇതായിട്ട് പറയുന്നില്ല, MCP ആറ്റിറ്റ്യൂഡിൽ പറയുന്നല്ല. എന്താണെങ്കിലും ഗർഭം എന്നുള്ള ദൈവം തന്നിരിക്കുന്ന നിധിയിൽ കൂടെ കടന്നു പോകേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ അനാവശ്യമായ ഗർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഗർഭം അലസിപ്പിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഒരു വർഷത്തിൽ തന്നെ 3-4 പ്രാവശ്യം അബോർഷൻ വരുന്ന കുട്ടികളുണ്ടെന്ന ഡോക്ടർ പറയുന്നത് ആലോചിച്ച് നോക്കൂ. അവരുടെ യൂട്രസ് എന്താ അവസ്ഥ. അവർക്ക് പ്രസവിക്കണമെന്നുണ്ടാവില്ലായിരിക്കും, ദെയർ ലൈഫ് ആഫ്റ്റർ ഓൾ. പക്ഷേ അതോടനുബന്ധിച്ച് വരുമ്പോൾ യൂട്രസ് മാറ്റും, ഈസ്ട്രജൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ആ ഒരു സ്ത്രീ എന്നുള്ള പല ആവശ്യങ്ങളുടെയും ഇത് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണാണ്. യൂട്രസ് മാറ്റി കഴിയുമ്പോൾ അതില്ലല്ലോ. നമ്മളുടെ മറൈൻ ഡ്രൈവിൽ കൂടെ ഒരു ദിവസം രാത്രി വീട്ടിലിരുന്നാൽ മതി കേട്ടോ, എൻ്റെ മക്കൾ പറഞ്ഞോളൂ, ഇങ്ങനെയൊന്നും നടക്കണ്ട, രാത്രി ഇല്ല രാവിലെ ഇല്ല എന്നുള്ളത് നടക്കണ്ട. നടക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. ഞാൻ ചോദിച്ചത് എന്തായി കാണണേ, അണ്ടർവെയറൊക്കെ കാണാം, അണ്ടർവെയറിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും 2 ബട്ടക്സിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കേട്ടോ, അറ്റം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുക, ഈ മാഡം ആദ്യമായിട്ടാണ് ഇവിടെ വരണേന്ന് തോന്നുന്നു. ആ വന്നേക്കണ ബസ് കണ്ടില്ലേ, ബസ്സിലേക്ക് കൊണ്ടുപോവുക വലിച്ചോണ്ട്. ഈ അവസ്ഥയെങ്കിലും ഉണ്ടല്ലോ, കുടിച്ച് പിമ്പിരിയായിട്ട്. എല്ലാവരുടെയും കയ്യിലൊരു ബോട്ടിലുണ്ട്. ഇതിനൊക്കെ ഞാൻ ആ ബസ്സിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തെടുത്തു, എങ്ങനെ ഇത് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള അവസ്ഥയിൽ. പിന്നെ ഞാൻ വിചാരിച്ചു ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ് ഈ അടുത്തിടയിൽ ഒരു പെൺകുട്ടി അതിൻ്റെ മുത്തശ്ശനെ അതായത് മുത്തശ്ശനെ വധിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കണം. ഈ കാലത്തിൻ്റെ ഒരു പോക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരുടെയൊക്കെ എന്താണെന്നറിയുമ്പോൾ പിന്നെ പോക്സോ കേസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അകത്താക്കാനായിട്ട് എത്ര കേസുകൾ നമുക്കറിയാം. സ്വന്തം അച്ഛനെതിരെ ഒരു അമ്മ മരിച്ചു പോയൊരു കുട്ടിയെ അതിൻ്റെ അമ്മയെ വരെ നോക്കുന്നു, അതായത് മുത്തശ്ശിയെ വരെ നോക്കുന്നു, ഭാര്യയുടെ അമ്മയെ വരെ. അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് കൊടുത്തില്ല, ആഹാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, കാമുകനെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് എവിടെന്നോ വന്നൊരു ബീഹാറി പയ്യൻ ഇവിടെ ഒരു ഓഫീസിൽ സ്വീപ്പറാണ്, അവന് കൂടെ നടക്കാൻ പറ്റില്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കുമെന്ന് പറഞ്ഞതിന് കേസുകൾ. ഈ മുത്തശ്ശൻ അതുപോലെ ആ കുട്ടിയെ ഉപദേശിക്കുന്ന പറയുന്നത്. ഈ കേസിൽ നിന്ന് ഊരിപ്പോവാൻ വേണ്ട കാര്യങ്ങൾ വരെ ഈ പെൺകുട്ടിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നു ആ കുട്ടിക്കെതിരെ ബാഡ് ടച്ച് നടത്തി എന്ന്. എളുപ്പമുണ്ടല്ലോ ബാഡ് ടച്ച് നടത്തി എന്ന് പറയാൻ, ആ മുത്തശ്ശനില്ല പറയാനായിട്ട്, ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഒരു വലിയൊരു ഇത് കിട്ടിയിരിക്കുന്ന ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള കാര്യം. ആരെങ്കിലും ഇഷ്ടമില്ല, അല്ലെങ്കിൽ സ്വന്തം അച്ഛനായിക്കോട്ടെ, മോളെ ഈ മൊബൈൽ നോക്കരുത്, മോൾ പഠിക്കൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്കൂളിൽ ഇപ്പോൾ ഇതുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ, സൈക്കോളജിക്കൽ ട്രെയിനിങ്ങിനും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി. ഉടനെ അവരുടെ ജീവിതം, അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം പല പോലെ ആയിപ്പോൾ. ഞാൻ കൗൺസിലറായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ, കുറച്ച് നമ്മുടെ ടൈം അതിക്രമിച്ച് പോകുന്നുണ്ടെങ്കിൽ കൂടെ. ഒരു ഫോൺ കോൾ കിട്ടുകയാണ്, മകള് വിവിസ്ത്രയായിട്ട് കിടക്കുന്നു, അച്ഛനടുത്തെല്ലാം പോക്സ് ആവൂലേ, പോയി. അമ്മ വലിയൊരു നിലയിലുള്ള സ്ത്രീ, അവര് വരണവരെ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങളപ്പം തന്നെ അമ്മ പറഞ്ഞു ഡി അഡിക്ഷൻ സെന്ററിലേക്ക്. കരയാണ്, അവരെന്ത് ചെയ്യാൻ പറ്റും, അവര് വർക്ക് സംബന്ധമായിട്ട് തലസ്ഥാനത്താണ് ഇരിക്കുന്നത്. അവര് ഞാൻ കൊണ്ടുപോയിക്കോളാം, അച്ഛൻ എനിക്കൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി. അതുപോലെ വേറൊരു കാര്യം ഉണ്ടായത്, ഈ മകളൊരു ഡ്രഗ് ഇതിലായിപ്പോയി.
എന്ത് ചെയ്താലും എന്നെ പിടിച്ചു വച്ചിരിക്കുക, എനിക്ക് പ്രായപൂർത്തിയായി എന്നൊക്കെ പറഞ്ഞ് ഇവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ഇവരാലോചിച്ച് കരഞ്ഞ് 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 തീരുമാനമെടുത്തു അവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ. ഒറ്റ മോളാണ്. പക്ഷേ ആ കുട്ടിയെ അന്വേഷിച്ച് വീട്ടിൽ പോലീസ് വരികയാണെങ്കിൽ ഡ്രഗ്സ് കേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവരും ഇംപ്ലിക്കേറ്റഡ് ആവില്ല. അവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ല നിലയിൽ താമസിക്കുന്ന അച്ഛനമ്മയും കരച്ചിലായിരുന്നു എൻ്റെ ബബിത. പക്ഷേ അതിൻ്റെ ബാക്കി വശം നോക്ക്, വീട്ടിലേക്ക് പോലീസ് കയറി വന്നാൽ ഇപ്പം ആദ്യം ചോദിച്ച പോലെ എവിടെ കണ്ടാലും ഇടപെടും. എൻ്റെ പൊന്നും മക്കളാണ്. ഈ രാജ്യം നിലനിന്ന് പോകേണ്ടത് ഈ കുഞ്ഞുങ്ങളിൽ കൂടിയാണ്. നമ്മളുടെയൊക്കെ കാലം, നമ്മളുടെ അല്ല എൻ്റെ കാലമൊക്കെ തീരാറായി. പക്ഷേ ഈ കുഞ്ഞുങ്ങളാണ് ഇനി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ട് നമ്മുടെ യശസ് വർദ്ധിപ്പിക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങളാണ്. നമ്മൾ 2047 നമ്മൾ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം കുതിക്കുമ്പോൾ ആ കുതിപ്പിന് പിന്നിൽ ഈ യുവരക്തങ്ങളാണ് വേണ്ടത്. എവിടെ കണ്ടാലും സക്രിയമായി ഇടപെട്ടിരിക്കും. അറിയിക്കേണ്ടവരെ അറിയിക്കും. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതമാണ്, സമ്മതിച്ചു, നിങ്ങളുടെ തന്നെ ജീവിതമാണ്. അത് നിങ്ങളുടെ ജീവിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഒന്നൊരു സഹായഹസ്തം കൊടുക്കേണ്ടത്, അല്ലേ? അത് കൊടുത്തിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N.